ഇന്നത്തെ ദിവസം നിങ്ങൾ റെഡ് കളറുള്ള കാർ ഏതെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? എത്രയാണ് ശ്രദ്ധിച്ചിരുന്നു? ഒരുപക്ഷെ ഓർക്കാൻ പ്രയാസം ഉണ്ടാവും അല്ലേ? ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാൻ പോകും. നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ഓരോ റെഡ് കാറിനും ഞാൻ 1000 രൂപ വെച്ച് തരാൻ പോകും. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, നാളെ വൈകുന്നേരം എക്സാക്ട് ആയിട്ട് നിങ്ങൾ എത്ര നമ്പർ റെഡ് കാർ കണ്ടു എന്നുള്ളത് എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കും. മാത്രവുമല്ല, നിങ്ങൾ നിരവധി റെഡ് കാറുകൾ കണ്ടിരിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയ തിയറി ഒന്നുമല്ല, റെഡ് കാർ തിയറി എന്നാണ് പറയുന്നത്. ഇത് ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു സയൻസാണ്. നാളെ എല്ലാവരും കൂടെ എൻ്റെ അടുത്തോട്ട് വരരുത് 1000 രൂപ വാങ്ങിക്കാനായിട്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയും. നിങ്ങൾ ഒരു കാർ എടുക്കാൻ തീരുമാനിച്ചു. കാർ എടുക്കണം തീരുമാനിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അടുത്ത തീരുമാനം എന്താണ്? ഏത് ബ്രാൻഡ് വേണമെന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഈ ഷോറൂമിൽ പോയിട്ടുണ്ടാവും, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും. ഫൈനലി ഒരു ബ്രാൻഡ് ഡിസൈഡ് ചെയ്യും. ഈ ബ്രാൻഡ് ഡിസൈഡ് ചെയ്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞായിരിക്കാം ഒരുപക്ഷെ ആ വാഹനം നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ പോകും. പക്ഷേ ഈ ഒരു പീരീഡിൽ നിങ്ങൾ റോഡിൽ ഒരു അത്ഭുതകരമായ ഒരു പ്രതിഭാസം. എന്താ പ്രതിഭാസം? നിങ്ങൾ മിക്കവാറും കാണുന്ന എല്ലാ കാറുകളും ഈ ബ്രാൻഡ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിരുന്നു? ഇത് ബേസിക്കലി നമ്മുടെ ബ്രെയിനിന്റെ ഒരു വളരെ ശക്തമായിട്ടൊരു ഫംഗ്ഷൻ. ഇത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈ റെഡ് കാർ തിയറി നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റി തിയറി ആക്കി മാറ്റിക്കൂടാ? എനിക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് എന്താണോ എന്റെ മുന്നിൽ കാണേണ്ടത്, ആ കാണേണ്ടതിനെ കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ അതെന്റെ മുന്നിൽ വന്നേ പറ്റൂ. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വിചാരിക്കുന്ന തലത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എപ്പോഴാണോ നിങ്ങളുടെ ബ്രെയിൻ അതിലേക്ക് ഫുള്ളി ഫോക്കസ്ഡ് ആവുന്ന സമയം. ഫുള്ളി ഫോക്കസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ ഇന്റൻഷനും അറ്റൻഷനും, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളാണ്. റെഡ് കാർ കണ്ടേ അടങ്ങൂ എന്നുള്ള ഇന്റൻഷനും അതിനുവേണ്ടിയുള്ള അറ്റൻഷനും നിങ്ങളുടെ ബ്രെയിൻ കൊടുത്ത സമയത്താണ് നിങ്ങൾ റെഡ് കാറുകൾ കാണാൻ തുടങ്ങുന്നത്. എന്തായാലും ഇതൊന്നും നാളെ പരീക്ഷിച്ചു നോക്കും. എന്നാൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിനിന്റെ ആ പവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. റെഡ് തന്നെ വേണമെന്നില്ല, യെല്ലോ കാർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും.